CPM നേതാക്കൾ പ്രതികളായ വിവാദ വിവാഹ കേസിൽ പിണറായി സർക്കാരിന്റെ ഒത്തുകളിക്ക് കോടതിയിൽ നിന്ന് കനത്ത പ്രഹരമേറ്റിരിക്കുകയാണ്. MV ഗോവിന്ദൻ, മന്ത്രി V ശിവൻകുട്ടി, AA റഹീം MP എന്നിവരടക്കമുള്ള ഉന്നതരെ പോക്സോ കേസിൽ നിന്ന് രക്ഷിക്കാനുള്ള സർക്കാരിന്റെ ഹർജി തിരുവനന്തപുരം പ്രത്യേക പോക്സോ കോടതി തള്ളിക്കളഞ്ഞു. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് CPM നടത്തിയ നാടകങ്ങൾ നിയമത്തിന് മുന്നിൽ തകർന്നടിയുന്ന കാഴ്ചയാണിത്. ഗോവിന്ദനടക്കം 6 പേർക്കെതിരെ പോക്സോ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് നാഗരാജ് നൽകിയ ഹർജി തള്ളണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത്. മാത്രമല്ല, വിവാഹം സംബന്ധിച്ച് മെയ് 20 മുൻപ് മധ്യപ്രദേശിലെ മഹേശ്വർ പോലീസ് റിപ്പോർട്ട് ഹാജരാക്കാനും പോക്സോ കോടതി ജഡ്ജി MB ഷിബു ഉത്തരവിട്ടു. പോക്സോ, ബാലവിവാഹം, പട്ടികവർഗ അതിക്രമം തടയൽ എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്നാണ് അഡ്വക്കേറ്റ് നാഗരാജിന്റെ ആവശ്യം. പെൺകുട്ടിയെ ഹാജരാക്കണമെന്നും അഡ്വക്കേറ്റ് നാഗരാജ് പെൺകുട്ടിയെ വിസ്തരിക്കട്ടെ എന്നും സർക്കാർ അഭിഭാഷകൻ വാദിച്ചു. MV ഗോവിന്ദൻ, മന്ത്രി V ശിവൻകുട്ടി, AA റഹീം MP, പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന UP സ്വദേശി മുഹമ്മദ് ഫർമാൻ ഖാൻ, അരുമാനൂർ നൈനാർ ദേവക്ഷേത്ര യോഗം പ്രസിഡന്റ് ഹരീന്ദ്രൻ, സെക്രട്ടറി അജിത് കുമാർ എന്നിവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. മുസ്ലിം, ക്രിസ്ത്യൻ, പാർസി, ജൂത യുവാവും ഹിന്ദു യുവതിയും തമ്മിൽ ഹിന്ദു മതാചാര പ്രകാരം ക്ഷേത്രത്തിൽ വിവാഹം നടത്താൻ പാടില്ലെന്ന 1955 ഹിന്ദു വിവാഹ നിയമം അറിയാവുന്ന പ്രതികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടത്തിനായി നിയമം ലംഘിച്ചതായാണ് ഹർജിയിൽ പറയുന്നത്. നിയമം അറിയാവുന്ന പൂവാർ പഞ്ചായത്ത് പ്രസിഡന്റ് AJ ആതിരയും നിയമം ലംഘിക്കാൻ കൂട്ടുനിന്നു. കേസ്മാർട്ട് ആപ്പ് വഴി വിവാഹം രജിസ്റ്റർ ചെയ്ത് നൽകി. തുടർന്ന് ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന പത്രദൃശ്യ മാധ്യമങ്ങൾ വഴി വിളംബരം ചെയ്തു. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാനും താമസ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും നേതാക്കൾ കൂട്ടുനിന്നതായും ഹർജിയിൽ പറയുന്നുണ്ട്. BJP മുൻപേ ചൂണ്ടിക്കാട്ടിയ നിയമലംഘനമാണ് ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിലൂടെ പുറത്തുവരുന്നത്. ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന പിണറായി സർക്കാരിന്റെ നീതിപീഠത്തിലെ പരാജയമാണ് ഈ വിധി. വൈറൽ വിവാഹത്തിന് പിന്നാലെ വിവാഹം നിയമവിരുദ്ധമാണെന്ന് കാട്ടി ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശശികല ടീച്ചർ രംഗത്ത് വന്നിരുന്നു. കേരളം ലവ് ജിഹാദിന്റെ കേന്ദ്രമായി മാറുന്നു എന്നാണ് വിവാഹം ഉയർത്തിക്കാട്ടി ശശികല അന്ന് പറഞ്ഞത്. മോണോലിസയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നും KP ശശികല ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിക്കുന്നുണ്ട്. മോണോലിസയുടെ മാതാവിന്റെ അവകാശവാദം എന്ന പേരിലാണ് ശശികല ആധാർ കാർഡിന്റെ ചിത്രം ഉൾപ്പെടെ പങ്കുവച്ച് അന്ന് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. നിയമപരമായി സാധുതയില്ലാത്ത വിവാഹമാണ് CPM നേതാക്കൾ നടത്തി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്തത് എന്ന് ശശികല പറഞ്ഞപ്പോൾ CPM സൈബർ ഗുണ്ടകൾ സമാനതകളില്ലാത്ത സൈബർ അറ്റാക്കാണ് ശശികലയ്ക്കെതിരെ അഴിച്ചുവിട്ടത്. ഹിന്ദു മാരേജ് ആക്ട് 1955 പ്രകാരം 2 പേരും ഹിന്ദു ആയാൽ മാത്രമേ വിവാഹം നിലനിൽക്കൂ. അതല്ല എങ്കിൽ മുസ്ലിം പയ്യൻ ഹിന്ദുവായി മാറണം. അല്ലാത്ത പക്ഷം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമായിരിക്കണം വിവാഹം. ഇനി അതല്ല എങ്കിൽ മുസ്ലിം ഹിന്ദു ആവണം. അത് നടന്നിട്ടുണ്ടോ എന്നാണ് ശശികല ചോദിക്കുന്നത്. വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കി നൽകുന്ന സംഘങ്ങളുണ്ടെന്നും ശശികല പറഞ്ഞിരുന്നു. സിന്ദൂരം ചാർത്തി നിലവിളക്ക് ഏറ്റുവാങ്ങുന്ന മൊണോലിസയുടെ ചിത്രം പങ്കുവച്ചാണ് മുൻപ് ശശികല പ്രതികരിച്ചത്.